സർക്കാരിനെതിരെ പ്രതിഷേധം കൂടുതൽ സജീവമാക്കുകയാണ് കോൺഗ്രസ്. അടുത്ത മാസം കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന്റെ കേരള പര്യടനം. കെ സുധാകരൻ ചികിത്സയ്ക്ക് പോകാനിരിക്കെ മറ്റാർക്കെങ്കിലും ചുമതല നൽകണമെന്നാണ് ആവശ്യം ഉയർന്നതെങ്കിലും വേണ്ടെന്നുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തി. കെപിസിസി അധ്യക്ഷന്റെ ചുമതല കൈമാറാൻ സുധാകരന് താൽപര്യമില്ല. കാര്യനിർവഹണത്തിന് പ്രത്യേക സമിതി എന്ന നിർദ്ദേശമാണ് സുധാകരൻ നിർവാഹക സമിതിയിൽ മുന്നോട്ട് വച്ചത്. ഇക്കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ടെങ്കിലും പകരം ആർക്കും ചുമതലയില്ല. ജനുവരി 21 മുതൽ ഒരു മാസം കെ സുധാകരൻ നയിക്കുന്ന യാത്രയുടെ മുന്നൊരുക്കങ്ങൾക്ക് 4 പേർക്ക് ചുമതല നൽകി. സംസ്ഥാന ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി നേതാക്കൾ പ്രത്യേകം ചർച്ച നടത്തി. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അതൃപ്തി AI ഗ്രൂപ്പുകൾ ദീപാദാസ് മുൻഷിയെ അറിയിച്ചു. ബെന്നി ബെഹനാനും KC ജോസഫും മസ്കറ്റ് ഹോട്ടലിലെത്തിയാണ് AICC ജനറൽ സെക്രട്ടറിയെ കണ്ടത്. നവകേരള സദസ്സിനെതിരെ നടന്ന പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഭരണവിരുദ്ധ വികാരമുണ്ടാക്കിയെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സ്വീകരിക്കേണ്ട തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. താരിഖ് അൻവറിന് പകരമുള്ള ദീപാദാസ് മുൻഷിയുടെ നിയമനത്തോട് സംസ്ഥാന നേതൃത്വവും വിവിധ വിഭാഗങ്ങളും പൊതുവിൽ അനുകൂലമായാണ് പ്രതികരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അനൂപ് VR, കോൺഗ്രസ് സഹയാത്രികൻ ജേക്കബ് ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ നമുക്കൊപ്പമുണ്ട്. ആദ്യം ശ്രീ ജേക്കബ് ജോർജിലേക്കാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് എന്തായാലും കെ സുധാകരൻ അദ്ദേഹത്തെ മാറ്റണം എന്നുള്ള ആവശ്യം A ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ മുന്നോട്ട് വന്നു. പക്ഷെ ആ ആവശ്യങ്ങളൊന്നും എല്ലാം പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് തന്നെ സുധാകരൻ തുടരട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. കേരള പര്യടനത്തിലൂടെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് നീങ്ങുമ്പോൾ നിലവിലെ ഈ തീരുമാനങ്ങൾ എത്രമാത്രം കോൺഗ്രസിന് ഉത്തേജനമാകും? തീർച്ചയായിട്ടും അടുത്ത ലോക്സഭ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ കോൺഗ്രസിന് വളരെ പ്രധാനമാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസിന് പ്രധാനമാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ വലിയ വിജയം, ചരിത്ര വിജയം, അത് ആവർത്തിക്കുക എന്നുള്ളത് തന്നെ സ്വാഭാവികമായിട്ടും ലക്ഷ്യമാക്കി വെക്കാവുന്നതാണ് കോൺഗ്രസിനും UDFനും. പക്ഷേ അതിന് തക്കവണ്ണം നേതൃത്വം ശക്തമാണോ, ഉറപ്പുള്ളതാണോ, സംഘടന വളരെ ശക്തമുള്ളതാണോ, ബലമുള്ളതാണോ? തീർച്ചയായിട്ടും ഇക്കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് KPCC അധ്യക്ഷൻ നിർഭാഗ്യരെന്ന് പറയട്ടെ അദ്ദേഹത്തിന് അവധിയെടുത്ത് പോകേണ്ടി വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ അദ്ദേഹം മാറി നിൽക്കണം. കുറച്ചു കാലത്തേക്ക് അദ്ദേഹം മാറി നിൽക്കട്ടെ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ കോൺഗ്രസ്സിലുണ്ട്. കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു കാരണവശാലും തയ്യാറില്ല. സങ്കീർണമാണ് ഈ വിഷയമെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു, ഞാൻ അറിഞ്ഞത് 17-ാം തീയതിയോടുകൂടി അദ്ദേഹം തിരിച്ചു വരികയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കേരള പര്യടനത്തോടുകൂടി ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. കോൺഗ്രസ് ആ വഴിക്ക് നീങ്ങുന്നു. സ്വാഭാവികമായിട്ടും നല്ലത് വരട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശംസിക്കാനാവൂ. പക്ഷേ സംഘടന ശക്തമാണോ, കോൺഗ്രസ് നേതൃത്വം ശക്തമാണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് വരെ, അതായത് മുൻനിര നേതാക്കളിൽ നിന്ന് വരെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് 5 ഗ്രൂപ്പായിട്ടുണ്ടെന്നൊക്കെയാണ് VM സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത്. ഈ വിമർശനങ്ങളെയൊക്കെ ഉൾക്കൊണ്ടൊപ്പം തന്നെ സുധാകരനെതിരായിട്ട് ഒരു നീക്കം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം പരസ്യമായി പുറത്തു വരികയാണ്. ഇതിനെയൊക്കെ പൂർണ്ണമായും ഒരു ആഭ്യന്തര പ്രശ്നമായിട്ട് അതിനെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് എത്രമാത്രം കഴിയും? ഈ എത്രയുള്ള സമയമുണ്ടോ കോൺഗ്രസിന് മുൻപിൽ? ഞാൻ വീണ്ടും പറയട്ടെ, ബഹുമാനപ്പെട്ട കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും ഫലത്തിൽ കോൺഗ്രസിനെതിരാവുകയാണ്. പല പരാമർശങ്ങൾ അദ്ദേഹത്തെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയ ശേഷമാണ്, സസ്പെൻഡ് ചെയ്ത സമയത്താണ്. അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് പത്രക്കാരോട് പറയുന്നത്, കേരളത്തിലെ ഗവർണർ ചെയ്തതിനെന്താ കുഴപ്പം, കുറേ RSSകാരെ സെനറ്റിലേക്ക് എടുത്തു, RSSകാരിൽ നല്ലവരുണ്ടല്ലോ. അത് അദ്ദേഹം സ്വന്തം രാഷ്ട്രീയം, സ്വന്തം നിലപാട് മറന്നുകൊണ്ട് നടത്തുന്ന പ്രസ്താവന. അത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഒരു സംഭവമല്ല. പലതരത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പിഴച്ചു, നാവ് പിഴച്ചു. ഒരു കാലത്തും ഒരു രാഷ്ട്രീയ നേതാവിന്, അത് ഏത് പാർട്ടിയുടെ നേതാവുമാകട്ടെ, അത് ഏത് നേതാവിനെ സംബന്ധിച്ചിടത്തോളം, ഏത് പാർട്ടിയുടെ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത്തരം വീഴ്ചകൾ, പൊതുസമൂഹത്തിൽ വരുത്തുന്ന വീഴ്ചകൾ ഒരിക്കലും പൊറുക്കാനാവുന്നതല്ല. ഇവിടെ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹം മാറി നിൽക്കട്ടെ, അവധിയെടുക്കട്ടെ എന്നൊക്കെയുള്ള നിർദ്ദേശം കോൺഗ്രസ് നേതൃസമിതിയിൽ തന്നെ ഉണ്ടായത്. പക്ഷേ അംഗീകരിക്കാൻ തയ്യാറില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് പകരം എനിക്ക് എന്ത് സ്ഥാനം തരുമെന്നുള്ളതായിരിക്കണം. ഇവിടെ സ്ഥാനമാണല്ലോ പ്രശ്നം. ഇനി രണ്ടാമത്തെ കാര്യം, കേരളത്തിൻ്റെ നേതാക്കൾ ഗ്രൂപ്പല്ല പ്രശ്നം, നേതാക്കൾ തന്നെയാണ് പ്രശ്നം. നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഐക്യവുമില്ലാതെയാണ് പെരുമാറുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാത്ത നേതാക്കന്മാർ തന്നെ, സമുന്നതരായ നേതാക്കന്മാർ തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നു.
പക്ഷേ പരസ്പരം കണ്ടുകൂടാ എന്ന വലിയ പ്രശ്നവുമുണ്ട്. അത് തന്നെയാണ് കോൺഗ്രസിന്റെ അത് ദൗർബല്യം. ഐക്യമില്ലായ്മ തന്നെയാണ് നമ്മൾ മുന്നോട്ട് ചൂണ്ടിക്കാണിക്കുക. അത് തന്നെയാണ്. അനൂപ് വിയാർ കൂടിയാണ് ഈ അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. ശ്രീ അനൂപ്, ചോദിക്കാനുള്ള എത്ര മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ഇതാ കുറച്ച് മാസങ്ങൾ, നമുക്ക് ദിവസങ്ങൾ എന്നൊക്കെ പറയാം, അത്രമാത്രം സമയമേ നമുക്ക് മുൻപിലുള്ളൂ. അപ്പോഴാണ് ഇവിടെ 2 അല്ല 5 ഗ്രൂപ്പ് ഉണ്ടായി എന്ന് മുൻ KPCC അധ്യക്ഷൻ തന്നെ വന്നിട്ട് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഈ പടലപ്പിണക്കം തീർക്കാനല്ലാതെ കോൺഗ്രസിന് മുൻപിൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ സമയമുണ്ടോ ഇനി? കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല. ഇതിനേക്കാൾ വലിയ പറഞ്ഞ പ്രതിസന്ധികളെ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. പരിണിത പ്രശ്നമായ ജേക്കബ് ജോർജിനെ പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം തന്നെ കോൺഗ്രസിനെ ബ്രീഫ് ചെയ്തിരുന്ന കാലത്ത് കെ കരുണാകരനെ വലിയ നേതാക്കന്മാരെ പോലുള്ള ആളുകളൊക്കെ പലപ്പോഴും നേതൃമാറ്റം ആവശ്യപ്പെടുന്ന സാഹചര്യം, പാർട്ടി ഹൈക്കമാൻഡിനെ ധിക്കരിക്കുന്ന സാഹചര്യം, അങ്ങനെ പാർട്ടിയെ പോലും വീറ്റോ ചെയ്യാൻ ശേഷിയുള്ള ശക്തമായ ഗ്രൂപ്പുകളുടെ അതിപ്രസരത്തെ അഭിമുഖീകരിച്ചിട്ടുള്ള അതിജീവിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. സ്വാഭാവികമായും കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുപോലും കോൺഗ്രസിന്റെ പഴയകാല വാട്ടർ ടൈറ്റ് കമ്പാർട്ടുകളെ പോലെ ഒരു പാർട്ടിക്കകത്ത് തന്നെ വ്യത്യസ്ത പാർട്ടികളായി നിലനിന്നിരുന്ന ഗ്രൂപ്പുകളുടെ ഒന്നുമായി ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. അത് പല വിഷയങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം, വ്യത്യസ്ത താല്പര്യങ്ങൾ ഉണ്ടാകാം. അതിന്റെ ഏറ്റുമുട്ടലും സ്വാഭാവികമായി സംഭവിക്കുന്ന സമുദായത്തിനൊക്കെ അപ്പുറത്ത് കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ പര്യാപ്തമാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു നീക്കം എന്ന് ഞാൻ കരുതുന്നില്ല. അത് സ്വാഭാവികമായി കോൺഗ്രസിനകത്തുള്ള ഒരു സ്വാഭാവിക പ്രക്രിയയെ തുടങ്ങുകയും അങ്ങനെ തന്നെ അവസാനിക്കുകയും ചെയ്യുന്നത്ര ലളിതമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എല്ലാവരും ഇവിടെ സ്ഥാനം ഉറപ്പിക്കാൻ, അധികാരം ഉറപ്പിക്കാനുള്ള നീക്കത്തിലാണ്. നമ്മളത് പലപ്പോഴായി കാണുന്നുണ്ട്. പല വിഷയങ്ങൾ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മളത് കണ്ടിരുന്നു. ഈ സമാനമായി തന്നെ സുധാകരന്റെ പല സമയങ്ങളിലുള്ള വിമർശനങ്ങളെ പറ്റി പല പരാമർശങ്ങളും എത്രമേൽ രാഷ്ട്രീയപരമായിട്ട് വിമർശനങ്ങൾക്ക് അതീതമാകുന്നുണ്ടെന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കെ അങ്ങ് പറയുന്ന പോലെ അത്ര എളുപ്പത്തിൽ കോൺഗ്രസിന് ഈ പ്രശ്നങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകാനാകുമോ? പ്രത്യേകിച്ച് തുടർഭരണം സംഭവിച്ചൊരു സാഹചര്യമുണ്ട്. ശരിയാണ്, 2019 19 സീറ്റ് കിട്ടിയിരുന്നു. പക്ഷേ ആ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ലല്ലോ നിലവിൽ ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ നോക്കൂ, ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് വേറെ താല്പര്യങ്ങളുണ്ട്. ഇപ്പോ CPM-നെ JP പോലെ കേഡർ എന്ന് പറയാവുന്ന പാർട്ടിക്കകത്ത് പോലും ഇത്ര പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വിപുലമായ ജനാധിപത്യ സെറ്റപ്പുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം താല്പര്യങ്ങളൊക്കെ ആളുകൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നത് ഒക്കെ സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ അതിനെ വലിയ ആഭ്യന്തര പ്രതിസന്ധിയായി ചിത്രീകരിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അത് കോൺഗ്രസിന്റെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ആഭ്യന്തര പ്രതിസന്ധിയും പാർട്ടിയിലില്ല എന്നുള്ളതാണല്ലേ യാഥാർത്ഥ്യം. അതായത് ഗ്രൂപ്പുകൾ പാർട്ടിയെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് നേതൃതലത്തിലേക്ക് ഇറങ്ങി വന്നവരാണല്ലോ സുധാകരനും സതീശന്റെയും ഒക്കെ വരവ് അങ്ങനെയായിരുന്നു. ആ തരത്തിലാണ് അത് ഏറ്റെടുക്കുകയും ചെയ്തത്. അതേസമയത്ത് തന്നെയാണ് ഇപ്പോൾ ആ ഗ്രൂപ്പുകളുടെയൊക്കെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചു എന്നുള്ള വിമർശനം ഉണ്ടാകുന്നത്. അങ്ങ് പറയും പോലെ CPM-നോ മറ്റേതെങ്കിലും പാർട്ടിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം കേരളത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾക്ക് കോൺഗ്രസ് തന്നെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക്, മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ കോൺഗ്രസിന്റെ മുൻകാലങ്ങളുടെ ചരിത്രം, അതിന്റെ ആർക്കൈവ്സ് നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ. അതുപോലുള്ള ഒരു ഗ്രൂപ്പ് പ്രവർത്തനം ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനുണ്ടോ? കേരളത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് റാലികൾ നടക്കുന്നുണ്ടോ? വ്യത്യസ്തമായി ചേരിതിരിഞ്ഞുള്ള പോരാട്ടങ്ങൾ നടക്കുന്നുണ്ടോ? വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അത് പാർട്ടി യോഗം കൂടുമ്പോൾ അത് പ്രകടിപ്പിക്കും. പാർട്ടി യോഗം കൂടുമ്പോഴല്ലേ അത് പ്രകടിപ്പിക്കേണ്ടത്. അതിനപ്പുറത്ത് ഈ പറയുന്ന പാർട്ടിയുടെ മുന്നോട്ടേക്കുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്ന, പ്രതിബന്ധം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനം പ്രകടമായി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ട്, സത്യത്തിൽ ഒരു ചർച്ച നടത്താൻ മാത്രം എന്തെങ്കിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എന്നതാണ് എന്റെ അഭിപ്രായം. ശരി, KPCC അധ്യക്ഷൻ തന്നെ മാറി നിൽക്കണമെന്നൊരു വിഭാഗം പ്രവർത്തകർ, നേതാക്കൾ പറയുന്ന വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്, വിശ്വസിക്കുന്നത് തന്നെയാണ്. അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഇപ്പോൾ CPM-ൽ നിന്ന് വളരെ പ്രബലരായിട്ടുള്ള ആളുകൾ തന്നെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കളം പിടിക്കാൻ കളത്തിലിറക്കി ഇറങ്ങുമെന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ആരെയൊക്കെ മുന്നോട്ട് വെക്കാനുള്ളൊരു സാധ്യതയുണ്ട്? സുധാകരന്റെ കേരള പര്യടനം എത്രമാത്രം, അതായത് ഈ ഒരു അഭിപ്രായ ഭിന്നതയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്രമാത്രം വിജയത്തിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ട്? എന്തൊക്കെയാണെങ്കിലും കോൺഗ്രസ് പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികളെ നിർത്തണം, മത്സരിപ്പിക്കണം. ഓരോ തിരഞ്ഞെടുപ്പ് വരുംതോറും ആ മുഖങ്ങൾ ഇങ്ങനെ മാറി മാറി വരണം. സ്ഥാനാർത്ഥി പട്ടികകളിൽ എപ്പോഴും പുതുരക്തമുണ്ടാവണം. യാതൊരു സംശയമില്ല. നമുക്കിതൊക്കെ തിയറിയായിട്ട് പറയാം, നേതാക്കന്മാരൊക്കെയും പറയും. പക്ഷേ നമ്മൾ കണ്ടുവരുന്നത്
ഒരാളൊരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് അങ്ങ് ഈ ഇരിപ്പുറപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഏത് സ്ഥാനമാണെങ്കിലും സ്ഥാനത്തിൻ്റെ അധികാരത്തിൻ്റെ ഒരു കഥയാണത്. അത് പണ്ട് കാലത്ത് യൂത്ത് കോൺഗ്രസ് ഒക്കെ വന്നപ്പോൾ പ്രായമായവർ മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ശക്തമായൊരു നീക്കം തന്നെ നടത്തി. അത് ആർ ശങ്കറിനെ വരെ MP ഒരു സ്ഥാനം കൊടുക്കാതെ മാറ്റി നിർത്തി. ആർ ശങ്കറിനെ പോലെയുള്ള പ്രഗത്ഭനായ നേതാവിനെ മാറ്റി നിർത്തിയ സമയത്ത് അദ്ദേഹത്തിന് 62 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തെ മാറ്റി നിർത്തിയ ആളുകൾ 80-85 വയസ്സ് വരെ സ്ഥാനത്ത് തുടർന്നു എന്നും കൂടി ഓർക്കണം. അതാണ്. പക്ഷേ ഗ്രൂപ്പിൻ്റെ കാര്യം ബഹുമാനപ്പെട്ട അനൂപ് പറഞ്ഞു. എനിക്കിപ്പോൾ തോന്നുന്നത് ഗ്രൂപ്പ് പ്രവർത്തന കാലഘട്ടത്തിൽ കോൺഗ്രസ് വളരെ ശക്തമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം പറഞ്ഞ ചരിത്രം നോക്ക്. കോൺഗ്രസിൻ്റെ ചരിത്രം കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പും ആൻ്റണി പക്ഷവും AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും നേതൃത്വം കൊടുത്ത ആൻ്റണി പക്ഷവുമൊക്കെ വളരെ ശക്തമായ രാഷ്ട്രീയ നീക്കം നടത്തി. അവസാനം 95-ൽ AK ആൻ്റണി പുറത്തു പോകുന്നത് വരെ K കരുണാകരനെ പുറത്താക്കി ആൻ്റണി അധികാരത്തിലേറുന്നത് വരെ അത് നീണ്ടു. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്നൊക്കെ കോൺഗ്രസ് ശക്തമായിരുന്നു. കേരളത്തിൽ ഒന്നിടവിട്ടുള്ള ഇടവേളകളിൽ ഭരണം പിടിച്ചടക്കാൻ CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയെ പരാജയപ്പെടുത്തി പുറത്താക്കി അധികാരം നേടാനുള്ള കരുത്ത് ശേഷി കോൺഗ്രസിന് എപ്പോഴും ഉണ്ടായിരുന്നു. അതിനെയാണ് ഞാൻ നേരത്തെ അനൂപിനോട് സൂചിപ്പിച്ചത്. തന്നെയാണ് സാർ. അതായത് ഈ തുടർ ഭരണം വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് 2019 രാഷ്ട്രീയ സാഹചര്യത്തിൽ. അങ്ങനെയൊന്നുമല്ല, മുൻപുള്ള കാലഘട്ടങ്ങളിലെ പോലെയല്ല. നിലവിലിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ തന്നെ പുതിയൊരു ഏട് തീർത്തിരിക്കുകയാണ് ഈ തുടർ ഭരണം എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും പല വിഷയങ്ങളിലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമായി ഉയരുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുകയാണ്. മാത്രമല്ല അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒരു കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാൻ പറ്റാതെ പോകുന്ന നിരവധി വിഷയങ്ങൾ. അപ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മുന്നോട്ടേക്ക് വെക്കുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇതാ പടിവാതിക്കലെത്തി നിൽക്കുമ്പോഴാണ് വീണ്ടും ഈ ഗ്രൂപ്പ് പ്രശ്നം ഉയർന്നു വരുന്നത്. അതാണ് പിണറായി വിജയൻ തുടർ ഭരണം നേടിയപ്പോൾ കോൺഗ്രസ് നേടിയത് തുടർ ഭരണം, അതിന് എതിരായിട്ട് തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കുന്ന സംഭവമാണ്. അതാണ് നടന്നത്. അത് നിരാശാജനകമാണ്. ഒന്നിടവിട്ടുള്ള ഇടവേളകളിൽ കൃത്യമായി അധികാരം പിടിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ഇതാ ഒരു ഇടവേളയില്ലാതെ പ്രതിപക്ഷത്തിരിക്കുന്നു. അത് അപകടകരമാണ്. അതിൽ നിന്ന് തിരിച്ചു വരണമെങ്കിൽ സാധാരണ പ്രവർത്തനം പോരാ. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കരുതിയത് സ്വാഭാവികമായിട്ടും അടുത്ത ഭരണം ഞങ്ങൾക്കല്ലേ എന്നതാണ്. അവിടെ ഒരു നിസ്സംഗത കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടായി. ഇന്ന് ബഹുമാനപ്പെട്ട അനുരൂപം ആലോചിച്ച് നോക്ക്. കേരള വിദ്യാർത്ഥി യൂണിയൻ, KSU, യൂത്ത് കോൺഗ്രസ് പഴയ കാലത്തെ പോലെ ശക്തമാണോ? ശരിക്കും KSUവും യൂത്ത് കോൺഗ്രസും അല്ലേ കോൺഗ്രസിൻ്റെ റിക്രൂട്ടിംഗ് തലങ്ങൾ? ആ തലങ്ങൾ ദുർബലമായില്ലേ? ആ സംഘടനകൾ ദുർബലമായില്ലേ? ആകെക്കൂടി ഒരു ഉണർവ് കാണിച്ചത് കരിങ്കുടിയൊക്കെ കാണിച്ച് പിണറായി വിജയനെ പീഡിപ്പിച്ചപ്പോഴും പോലീസുമായിട്ട് ഏറ്റുമുട്ടിയപ്പോഴും മാത്രമാണ്. അതിനപ്പുറത്തേക്ക് സംഘടനാ തലത്തിൽ കോൺഗ്രസ് സംഘടനയെയും യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും ഒക്കെയും ശക്തിപ്പെടുത്താനുള്ള ക്രിയാത്മകമായ എന്ത് നയപരിപാടികളാണ്, എന്ത് നടപടികളാണ് കോൺഗ്രസ് നേതൃത്വം കൈക്കൊള്ളുന്നത്? ഇപ്പോൾ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രധാനമന്ത്രി അമിതമായി മതത്തെ, ആത്മീയതയെ, വിശ്വാസത്തെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ കോൺഗ്രസിന് ശക്തമായിട്ട് പറയാൻ ഒരു മുദ്രാവാക്യമുണ്ടോ, ഒരു നിലപാടുണ്ടോ? പണ്ട് ജവഹർലാൽ നെഹ്റു ഒക്കെ എടുത്തിരുന്ന തീരുമാനങ്ങൾ, നടപടികൾ, ശക്തമായ നിലപാടുകൾ, ആ നിലപാടുകളുടെ അടുത്തെത്തുന്ന ഏതെങ്കിലും ഒരു നിലപാട്, ഒരു വാചകം പറയാൻ നേതാക്കൾ കഴിയും. ഞാൻ നേരത്തെ നിലപാടുകളുടെ കാര്യം ചൂണ്ടിക്കാണിച്ചും അയോധ്യ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഞാൻ ശ്രീ അനൂപ്, അതായത് ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രമാത്രം അങ്ങ് വലിയ ആത്മവിശ്വാസത്തോടെയാണ് നേരത്തെ സംസാരിച്ചത്. ഇത്രമാത്രം ആത്മവിശ്വാസം പ്രകടിപ്പിക്കേണ്ട അല്ലെങ്കിൽ ആത്മവിശ്വാസം കാണിക്കേണ്ട ഒരു സാഹചര്യം, അവസരമൊക്കെ കോൺഗ്രസിന് നിലവിലുണ്ടോ എന്നുള്ളതാണ്. ഒന്നീ അയോധ്യ വിഷയം ചൂണ്ടിക്കാണിച്ചതുപോലെ, അതുപോലെ തന്നെ ഗവർണർക്കെതിരായിട്ടുള്ള പോരിലെ സമയത്ത് നമ്മൾ കണ്ടു സംഘപരിവാറുകാർക്ക് എന്താണ് പ്രശ്നം എന്നുള്ള തരത്തിലുള്ള ചോദ്യം K സുധാകരന്റെ വായിൽ നിന്ന് വന്ന് നമ്മൾ കണ്ടു. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അത്രമാത്രം ആത്മവിശ്വാസമുള്ള ഒരു സാഹചര്യം, അവസരമാണോ കേരള രാഷ്ട്രീയത്തിൽ? അത്തരത്തിലുള്ള അന്തരീക്ഷമാണോ ഇപ്പോൾ കോൺഗ്രസിനുള്ളത്? അല്ല, ജേക്കബ് ജോർജ് സാർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. പഴയകാല യൂത്ത് കോൺഗ്രസിന്റെ പ്രൗഢമായ ചരിത്രമൊക്കെ. പക്ഷേ ഇതൊക്കെ യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ നമ്മളൊക്കെ സംസാരിക്കാറുള്ള, പ്രസംഗിക്കുമ്പോഴൊക്കെ പറയുന്ന കാര്യമാണ്. പക്ഷേ അതിലപ്പുറത്ത് അന്നത്തെ കാലമല്ലല്ലോ ഇന്ന്. ഇത് യൂത്ത് കോൺഗ്രസ് മാത്രം അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യമല്ല. DYFI ഉൾപ്പെടെയുള്ള കേരളത്തിലെ മൊത്തത്തിലുള്ള യുവജന പ്രസ്ഥാനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ 80കളിലെയും 90കൾ വരെയുള്ള ഒരു ചരിത്ര പശ്ചാത്തലമാണോ? അത് മാറിയിട്ടുണ്ട്. അത് കേരളത്തിലെ അന്നത്തെ യൂത്ത് കോൺഗ്രസ് അല്ല ഇന്ന്, അന്നത്തെ കോൺഗ്രസ് അല്ല ഒന്ന്. അന്ന് യൂത്ത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടിയിൽ ഒരു
റിവോൾട്ട് നടത്താൻ ശേഷിയുള്ളതാണെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസിന് അങ്ങനെ പിടിച്ചു കുലുക്കാവുന്ന ഒരു കോൺഗ്രസ് അല്ലല്ലോ. കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിലില്ല, കേന്ദ്രത്തിൽ അധികാരത്തിലില്ല. അപ്പോൾ ഈ പറയുന്ന തലമുതിർന്ന നേതാക്കന്മാരോട് വഴിമാറാൻ പറഞ്ഞ പഴയ യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രമൊക്കെ നമുക്ക് പറയുമ്പോൾ പോലും പാർട്ടിക്കകത്ത് അങ്ങനെ റിവോൾട്ട് നടത്തേണ്ട സാഹചര്യം ആ ഒരു പശ്ചാത്തലമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് ചരിത്രം സംസാരിക്കാം. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ ഈ ചർച്ചയിൽ നിന്ന് ഉയർത്തി കൊണ്ടുവരുന്നത് പോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് സംഘടനാപരമായി മെച്ചപ്പെടേണ്ടതുണ്ട്, അതിന്റെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോലും മാധ്യമപ്രവർത്തകരല്ലല്ലോ പറയുന്നത്, അല്ലെങ്കിൽ മാറ്റം വേണമെന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകരല്ലല്ലോ. ഇത് ഗ്രൂപ്പിലുള്ള നേതാക്കളാണ്, ബെന്നി ബെഹനാനെ പോലുള്ള നേതാക്കളാണ് പറയുന്നത്, VM സുധീറിനെ പോലുള്ള നേതാക്കളാണ് പറയുന്നത്. അവിടെയാണ് പ്രശ്നം, അവിടെയാണ് ചോദ്യം ഉയരുന്നത്. ശ്രീയാനു, ഞാനതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത്തരം ചർച്ചകളിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ, ഒരു പാർട്ടിയുടെ ഇന്റേണൽ ആയ ഒരു മീറ്റിംഗിനകത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ കുറെ കൂടി മെച്ചപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന ഒരു സാഹചര്യം, അത് കോൺഗ്രസിനെ സംബന്ധിച്ച് രാജ്യത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന് പറയുന്ന അതിന്റെ ഇന്റേണൽ മെക്കാനിസത്തിന്റെ ഭാഗമായി അങ്ങനെ ചർച്ചകൾ വരുമ്പോൾ അതെന്തോ കോൺഗ്രസിനകത്ത് ആന്തരികമായ വലിയൊരു പ്രതിസന്ധിയാണ്, ഒരു ആഭ്യന്തര കലാപം കോൺഗ്രസ് നടക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്താ പ്രമേയമാകത്തക്ക ഗൗരവമുള്ളതാണെന്ന് ഇപ്പോൾ ഞാൻ കരുതുന്നില്ല. ശ്രീ ജേക്കബ് ജോർജിലേക്കാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഇന്ന് VM സുധീരൻ 2017 ശേഷം അദ്ദേഹം KPCC ആസ്ഥാനത്തെ യോഗത്തിന് പങ്കെടുത്തിരിക്കുകയാണ്. അദ്ദേഹം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഇന്ന് വന്നപ്പോൾ ഒരു കത്തുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അതായത് 2016 എന്തുകൊണ്ട് കോൺഗ്രസ് തോറ്റു എന്നതിന് കൃത്യമായിട്ടുള്ള കാര്യകാരണങ്ങൾ എഴുതിക്കൊണ്ടുള്ളൊരു കത്ത് സോണിയാഗാന്ധിക്ക് അയച്ച കത്ത് നൽകിയിരുന്നു. ആ കത്ത് അയച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ട്. അതെന്തൊരു നിസ്സഹായാവസ്ഥ, എന്തുകൊണ്ടാണ് കോൺഗ്രസ് അത്തരത്തിൽ നടപടികൾ എടുത്തത്? അല്ലെങ്കിൽ ഇതൊന്നും ഒരു പാഠം പഠിച്ചു. ഇപ്പോൾ 2016 കത്തുമായിട്ട് വരുന്നത് 2023 അത് എന്തുകൊണ്ട് ഇത്രയും കാലം സുധീരൻ തന്നെ ആ കത്ത് പുറത്തുവിട്ടില്ല, ആ കത്ത് ചർച്ചയ്ക്ക് മുന്നോട്ട് വെച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നേരെ തിരിഞ്ഞുയരുന്ന ചോദ്യമാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ KPCC അധ്യക്ഷനായിരുന്നു VM സുധീരൻ. KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഒരിക്കൽ പോലും മുഖ്യമന്ത്രിക്ക് സൗകര്യം കൊടുത്തിരുന്നില്ല അദ്ദേഹം എന്ന കാര്യം കൂടി ഓർക്കണം. വ്യക്തിപരമായിട്ട് അങ്ങനെ പരാമർശം പറയുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട്. ആ സമയത്ത് നമ്മൾ മാതൃഭൂമിയുടെ ഈ വേദിയിലൊക്കെ നമ്മൾ ഒത്തിരി ചർച്ച നടത്തിയതാണ്, പലതിലും ഞാൻ പങ്കെടുത്തതാണ്. ആ നിലപാടുകളൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ അവിടെ അന്ന് അവതരിപ്പിച്ചതാണ്. 1916 ഉമ്മൻചാണ്ടി ഭരണ തുടർച്ച പ്രതീക്ഷിച്ചതാണെന്ന് ഓർക്കണം. അതായത് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് ശബരിനാഥൻ വിജയിച്ചു കഴിഞ്ഞപ്പോൾ 2016 ശബരിനാഥൻ വിജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ രാജഗോപാൽ BJP നേതാവിന് കൂടുതൽ വോട്ട് കിട്ടുമ്പോൾ CPMന് വോട്ട് കുറയുന്നത് കണ്ടിട്ട് ഇത് ഭരണ തുടർച്ച കിട്ടാൻ പറ്റിയ ഒരു സാഹചര്യമാണ് കേരളത്തിൽ എന്ന് ഉമ്മൻചാണ്ടി കണ്ടു. അതനുസരിച്ച് ആ ഒരു തെരഞ്ഞെടുപ്പ് യന്ത്രം മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ കോൺഗ്രസിൻ്റെ അകത്തു നിന്ന് പരാതികളും പ്രശ്നങ്ങളും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഉണ്ടായെന്ന് ഓർക്കണം. തീർച്ചയായിട്ടും അതൊക്കെ പഠിക്കേണ്ടതാണ്, കോൺഗ്രസിന് പഠിക്കേണ്ടതാണ്. രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ വിദ്യാർത്ഥികളും പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് ജേക്കബ് ജോർജ്, അതായത് സ്വയം നേതാക്കൾ സ്വന്തം നേട്ടത്തിന് മാത്രമായി പ്രവർത്തിക്കുന്നു, പാർട്ടിക്കായല്ല പ്രവർത്തിക്കുന്നു. ഇപ്പോൾ 2016 കത്തുമായിട്ട് ഇപ്പോൾ വരുന്നതിന് നമ്മൾ ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതുണ്ടോ? അല്ല, അത് സുധാകരൻ പറയുന്നതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടല്ല കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയങ്ങളെ കാണുന്നത്. തനിക്കെന്ത് കിട്ടും, തനിക്കെന്ത് സാധിച്ചെടുക്കാൻ കഴിയും, തൻ്റെ നേട്ടം എന്ത് എന്ന് ഓരോരുത്തരും കരുതുന്നത് കൊണ്ട് ഓരോരുത്തരും ഓരോ ദ്വീപായി കഴിയുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ അപ്പുറത്ത് മുമ്പൊക്കെ KSUവിൻ്റെ നേതൃത്വം എന്ത് രസമായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഐക്യമുണ്ടായിരുന്നില്ലേ? കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ത് ശക്തമായിരുന്നു. വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാവും, എങ്കിൽ പോലും കോൺഗ്രസിനകത്ത് അതിനെയൊക്കെ അപ്പുറത്ത് എല്ലാവരെയും ബന്ധിപ്പിക്കുന്ന ഒരു ചരടുണ്ടായിരുന്നു. ആ ഐക്യമാണ് ഇന്നില്ലാത്തത്. നേതാക്കന്മാർ ഇന്ന് പല തട്ടിലായിരിക്കുന്നു. പല തട്ടിൽ നിന്നുകൊണ്ട് തന്നെ അവർ പരസ്പരം ഏറ്റുമുട്ടുന്നു. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, പക്ഷേ നമ്മുടെ മുന്നിൽ, കോൺഗ്രസ്സുകാരുടെ മുന്നിൽ പ്രത്യേകിച്ച് ഈ പേരുകളും ഈ മുഖങ്ങളും ഒക്കെയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന, വഴക്കുണ്ടാക്കുന്ന, പരസ്പരം പാരവിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ മുഖം ഇന്ന് കോൺഗ്രസ്സുകാരുടെ മുമ്പിലുണ്ട്, അവരുടെ മനസ്സിലുണ്ട്, യാതൊരു സംശയമില്ല. അതാണ് കോൺഗ്രസിനെ അപകടത്തിലേക്ക് നയിക്കുന്നത് എന്ന് ഓർക്കണം. സുധീരൻ
സുധീരൻ 2016 കണ്ട അതേ കാര്യം തന്നെയാണ് ഇന്നും കോൺഗ്രസിനെ അഭിമുഖീകരിക്കുന്നത് എന്നോർക്കുക. അതെ, അതായത് വർഷങ്ങൾ മാറുമ്പോഴും കാലം മുന്നോട്ട് പോകുമ്പോഴും പ്രശ്നങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ശ്രീ അനൂപ്, ഒരു കാര്യം ചോദിച്ച് അവസാനിപ്പിക്കാം. ഇനിയുള്ള പ്രതീക്ഷ, അതായത് മാറി രാഷ്ട്രീയ സാഹചര്യം മാറി, അന്തരീക്ഷം മാറി, മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ മാറി, എല്ലാം മാറി ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കോൺഗ്രസിന്റെ പ്രതീക്ഷ എത്രത്തോളമാകും? ഞാൻ ജേക്കബ് ജോർജ് സാറിന്റെ വാക്കുകൾ വളരെ കൗതുകത്തോടു കൂടി കേൾക്കുകയായിരുന്നു. അദ്ദേഹം പൊതുവിൽ വളരെ ഊർജ്ജം പ്രസരിപ്പിക്കുന്ന വളരെ ചെറുപ്പക്കാരനായ സീനിയർ ആണെങ്കിലും മാധ്യമ പ്രവർത്തന ചെറുപ്പം സംസാരത്തിൽ പുലർത്തുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ വളരെ പ്രായമായതുപോലെ തോന്നുകയാണ്. അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ കാലത്ത് കോൺഗ്രസ് ആണ് കോൺഗ്രസ്, ഞാനുണ്ടായിരുന്ന ആ പഴയ കാലത്തെ KSU ആണ് KSU, പഴയ കാലത്തെ യൂത്ത് കോൺഗ്രസ് ആണ് യൂത്ത് കോൺഗ്രസ്. ഇതൊരു പതിവ് ഭാഷണമാണ്. ഇത് ഞങ്ങളുടെ കാലത്ത് വെയിൽ, ഞങ്ങളുടെ കാലത്ത് ഓണം, ഞങ്ങളുടെ കാലത്ത് വിഷു എന്നൊക്കെ പറയുന്ന പോലെ സത്യത്തിൽ അതിലും സംഘർഷഭരിതമായ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്നുള്ളതല്ലേ. വ്യത്യസ്തമായ താല്പര്യങ്ങൾ, അധികാരത്തിന് വേണ്ടിയുള്ള വളരെ പരസ്പരമുള്ള കിടമത്സരങ്ങളൊക്കെ കോൺഗ്രസിൽ നടക്കുകയും അദ്ദേഹത്തെ പോലുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അനൂപയെ മനപ്രയാസം കൊണ്ട് പറഞ്ഞു പോയതാണ് കേട്ടോ, ക്ഷമിക്കേ. അല്ല, എനിക്ക് അങ്ങ് പറയുന്നതുകൊണ്ടൊരു വിരോധവുമില്ല. ഞാൻ പറയുന്നത് ഇത് എനിക്ക് തോന്നുന്നു, ഞാൻ ഇതുമായി വളരെ പലപ്പോഴും അടുത്ത് നിൽക്കുകയും ഇതിന്റെ കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് പണ്ടത്തേക്കാൾ വിഭിന്നമായി, പണ്ടത്തേക്കാൾ കൂടുതൽ ഒരു അധികാര മത്സരവും അല്ലെങ്കിൽ പണ്ടത്തേക്കാൾ കൂടുതൽ മോശമായ ഒന്നും പാർട്ടിക്കകത്ത് നടക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ ഭരണമില്ല, ഭരണ തുടർച്ചയില്ലാത്തൊരു സാഹചര്യമുണ്ട്, കേന്ദ്രത്തിൽ ഭരണമില്ല, സംഘപരിവാറിന്റെ വലിയ ഭീഷണി കേൾക്കുന്നു. ഇത്തരം ഭീഷണികളെ കോൺഗ്രസിന്റെ പ്രവർത്തകരും ഈ പറയുന്ന നേതാക്കന്മാർ ഒരുപോലെ മനസ്സിലാക്കുകയും സ്വയം ലിമിറ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു KPCCയുടെ യോഗത്തിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ, KPCCയുടെ യോഗത്തിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ എവിടെയാണ് പറയുക? സാധാരണ VM സുധീരനെ പോലുള്ള നേതാക്കന്മാരൊക്കെ KPCCയുടെ യോഗത്തിൽ പ്രശ്നങ്ങൾ, അസ്വാരസ്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നതല്ല കുഴപ്പം. അത് എല്ലാ പാർട്ടികളിലും പറയുന്നുണ്ട്. പക്ഷെ അത് പൊതു ഇടങ്ങളിൽ പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. നിങ്ങൾക്കുള്ളിൽ, പാർട്ടിക്കുള്ളിൽ ആഭ്യന്തരമായിട്ട് ആ പ്രശ്നം പരിഹരിച്ച് തീർക്കുമ്പോൾ കുഴപ്പമില്ല. സംഘടനാ സംവിധാനം അങ്ങനെയാണല്ലോ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. നിങ്ങൾ ഈ ചർച്ച നടത്തുമ്പോൾ പൊതു ഇടങ്ങളിൽ ഇപ്പൊ ഇന്ന് പറഞ്ഞൊരു സാഹചര്യം എന്താ? KPCC യോഗത്തിനകത്തുണ്ടായ വ്യത്യസ്തമായ ചർച്ചകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടിയ വിവിധ സോഴ്സുകളിൽ നിന്ന് കിട്ടിയ ഊഹാപോഹങ്ങളുടെ അല്ലെങ്കിൽ യാഥാർത്ഥ്യം ആയിരിക്കാം ഒരുപക്ഷെ. അതിന്റെ ഒരു പാർട്ടിയുടെ ഇന്നർ മീറ്റിംഗ് പൊതുയിടത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ ഇന്ന് പൊതുയിടത്തിൽ പറഞ്ഞ ഒരു കാര്യം എന്താണ്? കേരളത്തിലെ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാവ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നേതൃത്വത്തിനെതിരെ പരസ്യമായി പറഞ്ഞൊരു കാര്യം പുതിയതായി എന്തെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല. ഗ്രൂപ്പുകൾ 2 അല്ല 5 ആയി എന്നാണ് VM സുധീരൻ പറഞ്ഞത്. അതൊക്കെ സാധാരണ തരത്തിലുള്ള വിമർശനമല്ലേ കോൺഗ്രസ്? പറഞ്ഞിട്ടില്ലെന്ന് അങ്ങ് തന്നെ പറയുന്നു. പറഞ്ഞു എന്ന് പറയുമ്പോൾ അങ്ങ് സാധാരണ എന്ന് പറയുന്നത്